വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂൾ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി നടത്തം സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച് മുഖവൂർ, നടവത്തേല, വാഴവിള, ഹാദിപോട്ട് എന്നീ പ്രദേശങ്ങളിലൂടെ നടന്ന് കുട്ടികൾ സ്കൂളിൽ തിരിച്ചെത്തി. പ്രകൃതി സുലഭമായി ഒരുക്കിയ ഔഷധ ചെടികളും നാട്ടുപൂക്കളും നീർച്ചാലുകളും കുട്ടികൾക്ക് കൗതുകമൊരുക്കി. ഈ മാധ്യമങ്ങൾക്ക് നൽകാനാവാത്ത മധുരാനുഭൂതിയാണ് പ്രകൃതി കുട്ടികൾക്ക് സമ്മാനിച്ചതെന്ന് എക്കോ ക്ലബ് കൺവീനറായ ശ്രീലേഖ ടീച്ചർ അഭിപ്രായപ്പെട്ടു. ശാന്തികൃഷ്ണ ടീച്ചർ, അഖില ടീച്ചർ, ഹേമചന്ദ്രൻ സാർ, ലിജു സാർ, സജിത ടീച്ചർ എന്നിവരുടെ സംരക്ഷണത്തിലാണ് കുട്ടികൾ സുരക്ഷിതമായി പ്രകൃതി നടത്തത്തിൽ പങ്കുചേർന്നത്. കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗണിത ക്ലിനിക്കിന് തുടക്കമായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതാധ്യാപകരായ ഹേമചന്ദ്രൻ സാർ, സിദ്ധാർത്ഥ് സാർ, UP വിഭാഗം അധ്യാപകരായ അഖില ടീച്ചർ, സഞ്ജു ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗണിത ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആലിസ് എയും അക്ബർ ഷായുമാണ് ക്ലബിന്റെ വിദ്യാർത്ഥി കൺവീനർമാർ. HM ശ്രീമതി ബീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗണിത ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളും ഉച്ചയ്ക്ക് നടക്കും. ജൂലൈ 11 ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗ മത്സരവും ക്വിസ് മത്സരവും നടന്നു. അദ്വൈത് R, വർണ്ണന S, അഭിമ SM എന്നിവർ ക്വിസിന് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 29ാമത് PN പണിക്കർ ദേശീയ വായന മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സ്കൂൾ തല ക്വിസ് ചിത്രരചന മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ കുട്ടികൾക്കായി നടത്തിയ ജില്ലാതല മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ അദ്വൈത് Rഉം ഋതിക RH UP വിഭാഗത്തിൽ നിന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അഞ്ജന Rഉം പങ്കെടുത്തു. ജൂലൈ 13 കുന്നംപുരം ചിന്മയ വിദ്യാലയത്തിൽ വെച്ചായിരുന്നു മത്സരം. ഈ ആഴ്ച നടന്ന സ്കൂൾ അസംബ്ലിയിൽ അച്ചടക്കം, പരിസര ശുചിത്വം, യൂണിഫോം ധാരണ, അനുസരണ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് HM ശ്രീമതി ബീന ടീച്ചർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. അച്ചടക്ക ലംഘനവും പരിസര മലിനീകരണവും അനുസരണക്കേടും ഉണ്ടായാൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് ടീച്ചർ മുന്നറിയിപ്പ് നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഗ്രീൻ പുരസ്കാരത്തിന് കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അർഹമായി. എക്കോ ക്ലബ് കോർഡിനേറ്റർമാരായ ശ്രീലേഖ ടീച്ചർ, ശാന്തികൃഷ്ണ ടീച്ചർ, അഖില ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തതയാർന്ന പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. സ്കൂളിന് അഭിമാനമായി മാറിയ പ്രസ്തുത അധ്യാപകരെയും എക്കോ ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളെയും HM ശ്രീമതി ബീന ടീച്ചർ അഭിനന്ദിച്ചു. UP HS വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ക്വിസ് മത്സരവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ അദ്വൈത് R 1ാം സ്ഥാനവും ഋതിക RH 2ാം സ്ഥാനവും റൈഹാന ഫാത്തിമ, അന്ന എന്നിവർ 3ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അമയ SV 1ാം സ്ഥാനവും 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീനന്ദന RS 2ാം സ്ഥാനവും ആവണി RS 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനം പിന്നീട് വിതരണം ചെയ്യും. എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളിലെ മുത്തശ്ശിമാവിന് ആദരവ് നൽകി. HM ശ്രീമതി ബീന ടീച്ചറും PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് സാറും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൃക്ഷ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ എക്കോ ക്ലബ് അംഗങ്ങളായ കുട്ടികൾ മാവിന് ചുറ്റും പ്രദർശിപ്പിച്ചു. മരത്തിന് സ്തുതി എന്ന കവിതാഭാഗം ഋതിക ആലപിച്ചതിനൊപ്പം ദൈവിക് നൃത്യാവിഷ്കാരവും നടത്തി. പൊന്നാട അണിയിച്ച് മരമുത്തശ്ശിയെ ആദരിച്ചു. സ്കൂൾ എക്കോ ക്ലബിന്റെ കൺവീനർമാരായ ശ്രീലേഖ ടീച്ചർ, ശാന്തികൃഷ്ണ ടീച്ചർ, അഖില ടീച്ചർ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി. സ്റ്റാഫ് സെക്രട്ടറി ഹേമചന്ദ്രൻ സാർ ചടങ്ങിൽ പങ്കെടുത്തു. നല്ല പാഠം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നല്ല പാഠം. വേർട്ടെക്സ് സ്കൂൾ ഓഫ് സയൻസും കാർവേഡ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ NSS ടീമും ചേർന്നൊരുക്കുന്ന പ്രോജക്റ്റാണിത്. NSS സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അൻസർ RN നല്ല പാഠം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലേക്ക് ആവശ്യമായ വൈറ്റ് ബോർഡുകൾ ISRO ടൂറിസ്റ്റ് ആട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ നല്ല പാഠം പ്രവർത്തകർ വിതരണം ചെയ്തു. ബഹുമാനപ്പെട്ട നെടുമങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി CS ശ്രീജ പഠനോപകരണങ്ങൾ HM ശ്രീമതി ബീന ടീച്ചർക്കും PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് സാറിനും കൈമാറി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി P വസന്തകുമാരി, വേർട്ടെക്സ് സ്കൂൾ ഓഫ് സയൻസ് പ്രിൻസിപ്പാൾ സജിത് MS, MPTA പ്രസിഡന്റ് ശ്രീമതി ബിജി S നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഹേമചന്ദ്രൻ സാർ നന്ദി പ്രകാശിപ്പിച്ചു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.